വർക്കർ വിസയുടെ പേരിൽ വിദേശ വിദ്യാർത്ഥികളെ തട്ടിച്ച് കോടികൾ കവർന്നെടുക്കുന്ന ആഗോളതലത്തിൽ തന്നെ നെറ്റ്വർക്കുള്ള ഏജൻസികൾ യുകെയിൽ തഴച്ചു വളരുകയാണ്. ഇവരുടെ ഇടനിലക്കാരായി ജോലി ചെയ്യുന്നവർ കെയർ മേഖലയിൽ ജോലി ആവശ്യമുള്ള വിദേശ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നതായി BBC-യുടെ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണയായി സൗജന്യമായി ലഭ്യമാക്കേണ്ട സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികളിൽ പലരും 17,000 പൗണ്ട് വരെ നൽകിയെന്നാണ് അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത്. പിന്നീട് അവർ സ്കിൽഡ് വർക്കർ വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ യോഗ്യതയില്ല എന്ന കാരണത്താൽ അവരുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നുണ്ട്. ടൈമോറാസ എന്നൊരു വ്യക്തി 1.2 മില്യൺ പൗണ്ടിന് 141 വിസ വിറ്റതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് BBC-യിൽ വന്നത്. അവയിൽ മിക്കതും ഉപയോഗമില്ലാത്തതായിരുന്നു. എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അയാൾ വാദിക്കുന്നത്. മാത്രമല്ല, ചില വിദ്യാർത്ഥികൾക്ക് പണം തിരികെ നൽകിയതായും അയാൾ അവകാശപ്പെടുന്നുണ്ട്. വെസ്റ്റ് മിഡ്ലാൻഡിൽ ഓഫീസ് മുറി വാടകയ്ക്കെടുത്ത് ജീവനക്കാരെയും നിയമിച്ചാണ് ഇയാൾ വിദേശ വിദ്യാർത്ഥികൾക്ക് കെയർ ഹോമുകളിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നതും എംപ്ലോയ്മെന്റ് സ്പോൺസർഷിപ്പുകൾ വിൽക്കുന്നതും. സാധ്യതയുള്ള സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് ഇയാൾ വിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. ചിലർക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലിയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേർക്കും ഈ രേഖകൾ ഉപയോഗശൂന്യമാവുകയായിരുന്നു. വർക്ക് വിസ ലഭിക്കുന്നതിനായി ആയിരക്കണക്കിന് പൗണ്ട് ചെലവഴിച്ച 17ഓളം പുരുഷന്മാരോടും സ്ത്രീകളോടും BBC സംസാരിച്ചു എന്ന് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ 3 വിദ്യാർത്ഥിനികൾ വ്യത്യസ്ത ഏജന്റുമാർക്കായി മൊത്തം നൽകിയത് 38,000 പൗണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ വംശജരായ ഇവർക്ക് ഇംഗ്ലണ്ടിൽ അതിമനോഹരമായ ഒരു ജീവിതം എന്ന സ്വപ്നം നൽകിയാണ് ഈ കുഴിയിൽ ചാടിച്ചതത്രേ. ഇംഗ്ലണ്ടിലെത്തിയ അവർക്ക് ജോലി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്ക് പറ്റിയ ചതി ഇന്ത്യയിലുള്ള വീട്ടുകാരെ അറിയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. 2022 കെയർ മേഖലയിൽ വൻ തൊഴിലാളി ക്ഷാമം നേരിട്ടതോടെയാണ് വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് സർക്കാർ വിപുലപ്പെടുത്തിയത്. ഇതിനായി രജിസ്റ്റർ ചെയ്ത കെയർ ഹോം അല്ലെങ്കിൽ ഏജൻസികളിൽ നിന്നും സ്പോൺസർഷിപ്പ് ലഭിക്കേണ്ടതുണ്ട്. യോഗ്യതയുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ. എന്നാൽ ഇപ്പോൾ ഇടനിലക്കാർ ഇവിടെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ വിറ്റ് ലാഭമുണ്ടാക്കുകയാണ്. ഇവരുടെ ഇരകളായവർ പലരും ഇപ്പോൾ നാടുകടത്തൽ ഭീഷണിയിലാണ് ജീവിക്കുന്നത്. അതേസമയം ചിലർക്കൊക്കെ ജോലി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ ഒരു ആവശ്യങ്ങൾക്കായി പലരെയും സമീപിച്ചിട്ടുണ്ട്. അതാണ് ചതിയിൽപ്പെടുത്തിയതും. സൗജന്യമായി ലഭിക്കേണ്ട പല സർട്ടിഫിക്കറ്റുകളും ഇത്തരത്തിൽ വലിയ തുക നൽകിയാണ് കൊടുത്തിരുന്നത്. ആയിരക്കണക്കിന് പൗണ്ട് ചെലവഴിച്ച 17ഓളം പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളതെന്ന് BBC-യുടെ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും UK ജീവിതം സ്വപ്നം കണ്ട് ഇവിടെ എത്തിയ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട്.